പ്രിയപ്പെട്ട സുധാകർ സുന്ദരൻ സാർ, അങ്ങേക്ക് സി ഡി ബ്ലൂയിലേക്ക് ഹാർദമായ സ്വാഗതം. സാർ, ഒരുപാട് സന്തോഷമുണ്ട്. സാറിൻ്റെ ഫോളോവേഴ്സ് 10,000 ഫോളോവേഴ്സാണ്. അതോടൊപ്പം തന്നെ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ്. മഴയൊക്കെ നന്നായിട്ട് പെയ്ത് ചെയ്തിട്ടുണ്ട്, മണ്ണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആൾക്ക് നിരവധി സംശയങ്ങളാണ്. വീഡിയോ കാണാത്തത് കൊണ്ട് തന്നെ ധാരാളം കർഷകർ വിളിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷം, അങ്ങേക്ക് ഇൻ്റർനാഷണൽ ബേസിലുള്ള ICARയുടെ ഒരു അവാർഡും കൂടെ ലഭിച്ചു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ കാർഡമം റിസർച്ച് രംഗത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് അങ്ങായിരിക്കും. ആധികാരികമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങ് സി ഡി ബ്ലോഗിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏറെ അഭിമാനമാണ്, ആദരവാണ്, സന്തോഷമാണ്. ഇപ്പോൾ സാറേ, പ്രശ്നം ഒരുപാട് കർഷകർ വിളിക്കുന്നുണ്ട്. മഴ ചെയ്തതുകൊണ്ട് തന്നെ ആശങ്കയുണ്ട് കർഷകർക്ക്. ശരം നീളുന്നു, കായ് പൊഴിച്ചലുണ്ട്, കമറലുണ്ട്, മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുമ്മായം, മഗ്നീഷ്യം, സൾഫർ ചെയ്യണോ, വളപ്രയോഗം ഏത് രീതിയിലാണ്, കീടനാശിനിയുടെ പ്രയോഗം ഏതാണ്, 1 by 1 ആയിട്ട് നമ്മുടെ കർഷകർക്കുള്ള സംശയങ്ങൾ, അതിന് മറുപടി അങ്ങ് പറയണം. അങ്ങേക്ക് ഒരിക്കൽ കൂടി ഏറ്റവും ഹാർദമായ സി ഡി ബ്ലോഗിലേക്ക് സ്വാഗതം. ഓക്കെ, പ്രിയപ്പെട്ട സി ഡി ബ്ലോഗ്, അതുപോലെ തന്നെ ഏല കർഷകർ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നുപോയി. എന്നാലും ഈ വർഷം നമുക്ക് നോക്കുമ്പോൾ നല്ല ഒരു കാലാവസ്ഥയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും ആൾമോസ്റ്റ് ഇടുക്കി ജില്ലയിൽ തന്നെ, ഇടുക്കി മാത്രമല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 1, 2 അല്ല 3 മാക്സിമം മഴ നല്ലപോലെ തന്നെ ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം വലിയ ഉണക്ക് നമുക്ക് ഏറ്റിട്ടില്ല. എല്ലാവർക്കും ചെടി നല്ല രീതിയിലാണ് നിൽക്കുന്നത്. നല്ല ചിമ്പുണ്ട്, നല്ല ക്ഷരമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഈ പ്രാവശ്യം പൈസ മുടക്കി ചെടിയെ പിടിച്ചു നിർത്തി കൊപ്പടിക്കാതെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കുള്ള സംശയം, ഫസ്റ്റ് ചോദ്യം തന്നെ, ഇപ്പോൾ കുമ്മായം കളിക്ക് ഒഴിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കുമ്മായം കളിക്ക് ഒളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ പുറകെ നമ്മൾ കളിക്ക് ഒളിച്ചു കൊടുത്താലും ഒന്ന് നനച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 കിലോ കുമ്മായം, 1 കിലോ മഗ്നീഷ്യം സൾഫേറ്റ്, പിന്നെ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം വെട്ടബിൾ സൾഫർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ കളിക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മണ്ണിനകത്തുള്ള pH ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. വേരുകേട് മാറുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അത് കളിക്ക് ഒളിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന സെക്കൻഡറി ന്യൂട്രിയൻസിൻ്റെ കുറവ് ഈസി ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ അതിന് ഒരു സംശയം കൂടെ, സൾഫർ എന്ന് പറയുമ്പോൾ പല കർഷകർക്കും അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംശയമാണ്. അതൊന്നും കൂടെ ഏത് തരം? നമുക്ക് വെട്ടബിൾ സൾഫറാണ്. ഓക്കെ, അതായത് ഒരു ഇൻസെക്ടിസൈഡ് അല്ല, ഫംഗിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സൾഫറാണ്, വളമായിട്ടുള്ള സൾഫർ അല്ല. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്നത് ഇത് pH കറക്റ്റ് ചെയ്യാനും, മഗ്നീഷ്യം ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാനും, കാൽസ്യത്തിൻ്റെ കുറവ് കറക്റ്റ് ചെയ്യാനും, അതിനോടൊപ്പം തന്നെ മണ്ണാത്തുള്ള ഫംഗസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെട്ടബിൾ സൾഫർ കൊടുക്കുന്നത്. ഫംഗിസൈഡ് ആയിട്ടും കൂടെ. അതെ, ഒരു ഫംഗിസൈഡ് എഫക്റ്റ് കിട്ടുന്നുള്ളതാണ് ഈ ഒരു കോമ്പിനേഷനിൽ പോകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവും അത് ചെയ്തിട്ടുള്ള കർഷകർ ചെയ്ത് നമുക്ക് പറഞ്ഞിട്ടുള്ള അറിവും. ഓക്കെ സാർ. അപ്പോൾ അതാണ് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 10-15 വർഷങ്ങളായിട്ട് കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഒരു കമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ലിക്വിഡ് ഫാമിൽ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ഈ പറയുന്ന ഒരു പ്രൊപ്പോർഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേര് പറയണമെങ്കിൽ കാൽസിബോൺ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു 1/2 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചോട്ടിൽ റൗണ്ടായിട്ട് നമ്മൾ കളിക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ കാൽസ്യം, മഗ്നീഷ്യം, സൾഫറിൻ്റെ സെയിം പ്രൊപ്പോർഷൻ നമുക്ക് ഇതിലിരുന്ന് കിട്ടും. അപ്പോൾ രണ്ടിനുള്ള ഡിഫറൻസ് എന്നു വെച്ചാൽ അത് സ്ലോ റിലീസാണ്, ഇത് ഫാസ്റ്റ് റിലീസാണ്. ഓക്കെ, സ്ലോ റിലീസ് അത് തന്നെയല്ല സാറേ, ധാരാളം കർഷകർക്ക് അതൊരു വലിയ ഒരു പണിയാണ് ഇത്. കലക്കി എടുക്കുന്നത് വലിയൊരു പണിയാണ്. അപ്പോൾ ഇത് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ഫെർട്ടിലൈസർ ആണ്. അത് സെക്കൻഡറി ന്യൂട്രിയൻസിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ടെക്നോളജി. അതെ. അപ്പൊ അത് ഒരു 1/2 ലിറ്റർ എടുക്കുക, അപ്ലൈ ചെയ്യാൻ പറ്റും, 200 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക, കളിക്ക് ഒഴിക്കുക. സിമ്പിൾ മെത്തേഡ്. അതെ. ഇപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 13.45 ഒരു 1 കിലോവും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കുമ്മായ ആകുമ്പോൾ അത് നമ്മൾ കൊടുക്കാണ്ട് ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഒരു 13.45 ഒരു 1 കിലോവും ചേർത്ത് നമുക്ക് കളിക്ക്
ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന മണ്ണിനകത്തുള്ള അസിഡിറ്റി മാറും, പിന്നെ ഈ സെക്കൻഡ് ന്യൂട്രിയൻസിൻ്റെ കുറവ് മാറും, ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടിക്കൊള്ളും, പുതിയ ചിമ്പുണ്ടാകും. ഓക്കെ. ഇപ്പോൾ ഈ രണ്ടിനുള്ള ഡിഫറൻസ് ഇപ്പോൾ കുമ്മായം കൊടുക്കുന്ന കാട്ടിലും ആ കാൽസിബോൺ കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ചൂട് വന്നാലും കുമ്മായം കലക്കി ഒളിച്ചാൽ ചിലപ്പോൾ ഒരു പിടുത്തം ഉണ്ടാകും. ഇത് കലക്കി ഒളിക്കുമ്പോൾ പിടുത്തം ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് അഡ്വാൻറ്റേജ്. അതെ അതെ അതെ. ഇപ്പോൾ ഇത്രയും മഴ കിട്ടിയത് കൊണ്ട് നമുക്ക് കൂടുതൽ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ജൂൺ ജൂലൈയിൽ താമസിച്ചാലും കുഴപ്പം വരാം. ഇല്ല നേരത്തെ കിട്ടിയാലും പറയാൻ പറ്റത്തില്ല. ഈ വർഷം നല്ല കാലാവസ്ഥയായിരിക്കാനാണ് പറയുന്നത്. എല്ലാവർക്കും നല്ല ചെടിയാണ്, നല്ല ശരമുണ്ട്. അപ്പോൾ ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ചില സ്ഥലത്ത് ഈ 1-2 മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തട്ടമറിച്ചിൽ പെട്ടെന്ന് പല സ്ഥലത്തും കണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ നേരത്തെ അലുകൽ സ്പെഷ്യലിന് ഒരു സ്പെഷ്യൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അതൊരു 2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മളൊന്ന് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ കമേഴ്സ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കോസൈഡ് 2000, കോസൈഡ് 3000 എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് റൗണ്ടായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം. ചിലരിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് സിവിയർ ആയിട്ടുണ്ടെന്ന് പറയുന്നു, തട്ടമറിച്ചിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു COC ഒരു 300 ഗ്രാം, ഒരു 100 ml ഹെക്സാകോണസോൾ, ഒരു 200 to 300 ml വരെ പൊട്ടാസ്യം ഫോസ്ഫറേറ്റ് ചേർത്തൊണ്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെ അതെ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള മെത്തേഡ് നമുക്ക് ചെയ്യുന്നത് നല്ലത്. അങ്ങ് പറയുന്നതനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതെ അതെ അതെ. എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് നല്ലത്. മഴക്കാലത്ത് പെട്ടെന്ന് ഇതിനൊരു പ്രതിരോധ മരുന്ന് പെട്ടെന്ന്. അതെ. പിന്നെ കുറച്ചും കൂടി കാസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ഡൈമെത്തോമാർപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് റൗണ്ടായിട്ട് കലക്കി ഒളിച്ചു കൊടുക്കാം. അല്ല അത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ കുറേ കൂടി അഡ്വാൻസ് ആയിട്ട് ഈ സെയിം പോലെ തന്നെ അഗ്രോപേട്ട് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ലേബിൾ ഫംഗിസൈഡ് തന്നെയാണ്. 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കും. അപ്പോൾ ഓവറോൾ ഇപ്പോൾ നമുക്ക് തട്ടമറിച്ചിൽ കൺട്രോൾ ചെയ്യാൻ അതൊരു നല്ല മെത്തേഡാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡ് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ. പിന്നെ ഇപ്പോൾ ശര ഉള്ളവർക്ക് ഈ മഞ്ഞപ്പിഞ്ച് പൊളിയുന്നത് ഒരു സിവിയർ പ്രശ്നമായിട്ട് വ്യാപകമായിട്ട് കർഷകരുടെ പരാതിയാണ്. അപ്പോൾ അത് നമ്മൾ 2 രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഒന്ന് ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം ശരത്തിനകത്തോ ഇലയിനകത്തോ ഇല്ല. പിന്നെ രണ്ടാമത്തെ പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഒന്ന് വീഴുന്ന വെള്ളം തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ pH ലെവല് ബിലോ 5.5 ആണ്. അപ്പോൾ ഒരു റിപ്പോർട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എടുത്ത് നോക്കിയപ്പോൾ 4.5 to 5.2 ആയിരുന്നു ആ വെള്ളത്തിൻ്റെ കിട്ടിയ മഴവെള്ളത്തിൻ്റെ ഇതിൻ്റെ ഇത് എടുത്ത് നോക്കിയപ്പോൾ അത് അത്രയും അളവുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി പേര് എന്നെ വിളിച്ചായിരുന്നു, സാറേ ഇങ്ങനെ മഞ്ഞപ്പിഞ്ച് പൊളിയുന്നത്. നമ്മൾ അന്നേരം ഒരു പെട്ടെന്ന് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഒരു 200 ലിറ്റർ വെള്ളത്തിൽ ഈ കാൽസ്യം ജിങ്ക് ബോറാണ് 3ഉം ചേർന്നിട്ടുള്ള കോമ്പിനേഷനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെന്താ സാർ ഉദാഹരണം പറയാൻ എന്താ? പെട്ടെന്ന് കാൽസ്യത്തിന്റെ കുറവ് വരുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഇതും കുറയും. അപ്പോൾ മഞ്ഞപ്പിഞ്ച് പൊളിയും. അപ്പോൾ ചെയ്തത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഈ കാൽസ്യം ബോറാണ് ജിങ്ക് ചേർന്നിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ. അതൊരു 200 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. സ്പ്രേ ചെയ്താൽ മതി ശരത്തിന് മാത്രം. അതെ, ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ. അതെ, അപ്പോൾ പെട്ടെന്ന് അത് കൺട്രോൾ ആകും. പിന്നെ വേറൊരു മാർഗം നമ്മൾ ആദ്യം തന്നെ കാൽസ്യം ലിക്വിഡ്. അപ്പോൾ പല കമ്പനീസ് ലിക്വിഡ് കാൽസ്യം അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒരു 100 ml പെട്ടെന്ന് ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ബോറാണ് ഒരു 100 ഗ്രാം, EDTA ഫാമിൽ ജിങ്ക് ഒരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അതിൻ്റെ കൂടെ സീവീഡ്സ്, അതായത് അസ്കോഫൈലം എന്ന് പറയുന്ന അസ്കോഫൈലത്തിൽ പലതരത്തിലുള്ള അസ്കോഫൈലം സീവീഡ് ലഭ്യമാണ്. അത് ഒരു 100 ഗ്രാം
ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്ത ഫീൽഡിനകത്ത് ആ മഞ്ഞപ്പിഞ്ച് പൊളിച്ചലേ ഇല്ല, കംപ്ലീറ്റ് മാറി. അങ്ങ് പറയുന്നതനുസരിച്ച് ഒരു ദിവസം കാൽസ്യം പ്രയോഗിച്ചതിന് ശേഷം ഗ്യാപ്പ് ഇടണം. അതെ, അല്ല കോമ്പിനേഷൻ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ കാൽസിറ്റ് ബി എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കാൽസ്യം പ്രയോഗിച്ചതിന് അതെ, ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മഞ്ഞപ്പിഞ്ച് പൊളിച്ചൽ നമുക്ക് മാറാൻ പറ്റും. മെയിനായിട്ട് വന്നത് pH-ന്റെ ലെവൽ താഴെ പോയത് കൊണ്ടാണ്. പിന്നെ ഫംഗസ് രോഗം എന്ന് പറയുന്നത് അത് സെക്കൻഡറി ആണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത് ചെയ്ത ഫീൽഡുകളൊക്കെ മാറി നല്ല കായ് സെറ്റിങ്സ് ആയി. അപ്പോൾ അവർ തന്നെ വിളിച്ചു പറഞ്ഞു, 4 ദിവസം കഴിയുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, സാറേ നേരത്തെ 1-2 കായ് പൊളിഞ്ഞതല്ലാതെ പിന്നെ ഇപ്പൊ ഒന്നും പൊളിയുന്നില്ല, അങ്ങനെ പറഞ്ഞു. ഫീഡ്ബാക്ക് ഏറ്റവും പ്രധാനമാണ്. അപ്പോ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അടുത്തുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത്, സാറേ ഇപ്പൊ കീടനാശിനിയുടെ കൂടെ വളങ്ങൾ ചേർത്ത് കൊടുക്കുക, ധാരാളം കർഷകരുടെ സംശയങ്ങളാണ്. അത് നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫാർമർ പോയിന്റ് ഓഫ് വ്യൂവില് ഫാർമർ ചെയ്തേക്കുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സയന്റിഫിക് രീതിയിലല്ലാതെ നമുക്കിപ്പോൾ ഏതൊരു കീടനാശിനി എടുക്കുന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എമാമെക്റ്റിൻ ബെൻസോയേറ്റ്, ഒരു തൈമത്താക്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് 19 ഒരു ആൾ-19 ഒരു കിലോ, അതിന്റെ കൂടെ ഒരു 100 ഗ്രാം പോരാണ്, ഒരു 100 ഗ്രാം ജിങ്ക് EDTA ഫാമിലുള്ളത് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. ഇപ്പോ ഇത് തന്നെ ഇപ്പോ ചില ഈ കാടമം ബേസ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസർ ചില സ്പെഷ്യലൊക്കെ ചേർത്തില്ലെന്ന് പറയുന്നുണ്ട് കീടനാശിനി കൂടെ. അപ്പൊ കർഷകർക്ക് തന്നെ അത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാനുള്ളതേ ഉണ്ട്. ഒരു 1/2 കിലോ SOP, ഒരു 1/4 കിലോ മഗ്നീഷ്യം സൾഫേറ്റ്, പിന്നെ ഒരു 125 ഗ്രാം ബോറാണ്, ഒരു 125 ഗ്രാം EDTA ഫാമിലുള്ള ജിങ്ക് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ പറയുന്ന ഇപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള എമാമെക്റ്റിൻ ബെൻസോയേറ്റ് അല്ലെങ്കിൽ ഈ തൈമത്താക്സത്തിന് കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഏത് കീടനാശിനി ഇപ്പൊ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഇപ്പൊ ബെനൂവിയാന്റെ കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിഗേറ്റിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം, സമ്മീറ്റിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു കീടനാശിനിയും ഒരു ഫെർട്ടിലൈസറും ചേർത്ത് കൊടുക്കുമ്പോൾ കമ്പാറ്റബിലിറ്റി ഇഷ്യൂ വരത്തില്ല, റിസൾട്ടും ഉണ്ടാകും. സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് ഒരു എളുപ്പപ്പണിക്ക് ഇത് ചെയ്യാം. ഈ ഒരു പ്രൊപ്പോർഷൻ നല്ലതാണ്. അപ്പോൾ ഈ ചിലർ സാധാ ഫാമിലുള്ളത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്, ഈ സ്പെഷ്യലിനൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം റിസൾട്ട് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. റിസൾട്ട് ഉണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഒന്നത് പണിക്കാർ കിട്ടുന്നില്ല, പണിക്കൂലി ലാഭിക്കാനാണ് കർഷകർ നോക്കുന്നത്. ഇപ്പൊ ഹിന്ദിക്കാർ തന്നെ കുറവാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു മെത്തേഡ്, SOPയും പിന്നെ ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസും അത് EDTA ഫാമിലുള്ള അതിൻ്റെ കൂടെ നമുക്ക് കീടനാശിനിയും ചേർത്ത് ഒറ്റയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരത്തിന് കായ് സെറ്റിങ്സിനൊക്കെ നല്ലതാണ്. ഇപ്പം ഈ കീടനാശിനികൾ തന്നെ ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് നമുക്ക് കീടനാശിനികൾ സെപ്പറേറ്റ് കൊടുക്കുക, വളം സെപ്പറേറ്റ് കൊടുക്കുന്ന മെത്തേഡുണ്ട്. അപ്പോൾ കീടനാശിനി സെപ്പറേറ്റ് ഇപ്പോൾ ഈ സമയത്ത് അടിച്ചു കൊടുക്കാനുള്ളത് എമാമെക്റ്റിൻ ഒരു 100 ഗ്രാമും തൈമത്താക്സ് ഒരു 70 ഗ്രാമും വേണമെങ്കിൽ നമുക്ക് ഒരു ഫംഗസ് ബാധം പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗിസൈഡിനുള്ള നിലയ്ക്ക് ഡിബോക്കണസോൾ കോമ്പിനേഷനുള്ള ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് ഒരു 100 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങ് പറയുന്നതനുസരിച്ച് ഈ ഒരു കോമ്പിനേഷൻ സ്പ്രേ ചെയ്താൽ ഊരൻ വരെയുള്ള നീരൂറ്റി കിടിക്കുന്ന പ്രാണികൾ. അതെ. ഇപ്പോ നമ്മളിപ്പോ പല വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഈ ഏത് കീടനാശിന്റെ കൂടെ പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്ത് സ്പ്രേ ചെയ്ത ഫീൽഡിൽ ഊരന്റെ പ്രശ്നമേ ഇല്ല. അത് അങ്ങ് മാത്രമാണ് അഡ്വാൻസ് ടെക്നോളജി. അതെ. അപ്പോ അതിപ്പോ ഒത്തിരി പേര് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞത് കറക്റ്റാണ്, നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വളക്കടകളിൽ വ്യാപകമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നു എന്നാണ്. അതെ. അപ്പോ നല്ല കാര്യമാണ്, കർഷകർക്ക് നല്ല ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. അവർക്കത് ഗുണമുള്ളത് കൊണ്ടാണ്. അപ്പോ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ശരമുള്ളപ്പോ 0.40-37 ഒരു 1/2 കിലോ, അതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് മിക്സഡ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തില് അതിന്റെ കൂടെ
ഈ അസ്കോഫൈലോ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രാപ്പ് മാക്സിന് അവൈലബിൾ ആണ്. ഓക്കെ അപ്പോൾ പല പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ അത് ഒരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സ് നല്ലപോലെ ഉണ്ടാകും. ഓക്കെ പിന്നെ ഇപ്പോൾ പോസ്റ്റ് മാജിക് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ അത് ഒരു 1 കിലോ. അതിൻ്റെ കൂടെ ഈ അസ്കോഫൈലോ എന്ന് പറയുന്ന സീവീഡ് ഓക്കെ ഒരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ ഉള്ള കായ് പൊളിഞ്ഞു പോകാതെ കായ് സെറ്റിങ്സിന് നല്ലതാണ്. ഈ കാലാവസ്ഥ മാറുന്തോറും ഈ കായ് പൊളിച്ചിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് പിടിച്ചു നിർത്തും. ഓക്കെ പിന്നെ ഫ്ലവറിങ് കൂടുതലുണ്ടാകും. ഓക്കെ പിന്നെ ഈ 05234 ഓക്കെ അത് ഒരു 1 കിലോവും, SOP ഒരു 1 കിലോവും, EDTA ഫാമിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒരു 100 ഗ്രാമും അതിൻ്റെ കൂടെ അസ്കോഫൈലം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 100 ml അല്ല 100 ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അങ്ങ് പറയുന്നല്ല 200 ലിറ്ററിനകത്താണ്. അതെ, ഞാൻ പറയുന്ന അളവ് എല്ലാം 200 ലിറ്ററാണ്. ഇപ്പോൾ ചിലപ്പോൾ കായ് സെറ്റിങ്സ് നല്ലപോലെ ഉണ്ടായിട്ടുള്ളവർ ഇപ്പോൾ ഫ്രൂട്ട് മാജിക്കിനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ അതൊരു 1 കിലോവും. പിന്നെ ഈ കാൽസ്യം ജിങ്ക് ബോറാനുള്ളത് ചേർന്നിട്ടുള്ളത് ഓക്കെ അത് ഒരു 200 ml. ഓക്കെ അതായത് കാൽസിബോ എന്നൊക്കെ പറയും. ഓക്കെ അല്ല കാൽസിബോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇത് മറ്റേ സീവീഡിൻ്റെ കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ പിന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സൂഡോമോണാസിൻ്റെ കൂടെ ഒരു 1/2 ലിറ്റർ സൂഡോമോണാസ് ഈ സമയത്ത് ഒരു ഡ്രമ്മിന് ഒരു 1/2 ലിറ്റർ സൂഡോമോണാസ്, ഒരു 1/4 കിലോ അമിനോ ആസിഡ് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇലയ്ക്ക് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശരത്തിന് പിടിക്കുക. എന്താ സാർ അതിന്റെ ഗുണം? പെട്ടെന്ന് കായ് സെറ്റിങ്സ് ഉണ്ടാവും. സിമ്പിൾ ആ ഒരു ശരം കായ് സെറ്റിങ്സ് ഇല്ലാതിരിക്കുക. ഓക്കെ അപ്പോൾ പെട്ടെന്ന് കായ് സെറ്റിങ്സ് ഉണ്ടാവും. ലോ കോസ്റ്റ് ആണ്. അതെ. പിന്നെ ഈ സൂഡോമോണാസ് ബേസിക് ആയിട്ട് ഒരു PGR എഫക്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഒരു ബൂസ്റ്റപ്പ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ നല്ലതാണ്. തികച്ചും ഓർഗാനിക് ആണ്. അതെ അതെ. അപ്പോൾ അത് ഒരു പാക്കേജ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ശരം ഉള്ളവർ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ പിന്നെ അടുത്ത് ഇപ്പോൾ സാറേ പുതിയ ചിമ്പ് ഉണ്ടാക്കാൻ ഒത്തിരി പേർക്ക് ഇപ്പോഴും ശരമുണ്ട് സാറേ, പക്ഷെ ചിമ്പ് കുറവാണ്. ധാരാളം കർഷകരാണ് പറയുന്നത് ചിമ്പിന്റെ കുറവ്. അതെ, ഇപ്പോൾ നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് ഒരു മെത്തേഡും ഇനിയിപ്പോൾ ഈ ഒരു മഴ കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ളവർക്ക് 2 രീതിയിൽ മെത്തേഡ് പറയാം. ഓക്കെ ഇപ്പോൾ ഒരു മഴ കിട്ടിയത് കൊണ്ട് വെള്ള ലഭ്യത കുറവുള്ള സ്ഥലത്ത് അല്ല വെള്ളം നനയ്ക്കുന്നവരായാലും കുഴപ്പമില്ല. നമ്മൾ 12, 11, 18 ഒരു 1 കിലോ, അതിൻ്റെ കൂട്ടത്തിൽ 13,045 ഒരു 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ ഒരു 5 to 10 ലിറ്റർ വെച്ച് ഒളിച്ചു കൊടുത്താൽ പെട്ടെന്ന് പുതിയ ചിമ്പുണ്ടാവും. ഇപ്പോൾ അത് 12, 11, 18 പല കമ്പനീസുകളുണ്ട്. ഇപ്പോൾ ടെറാസോൾക്കുണ്ട്, യാരാവുണ്ട്, അതുപോലെ തന്നെ കോംബോ എക്സ്പേർട്ടുകൊണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പനീസുകൊണ്ട്. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള വാട്ടർ സാലിബിൾ ഇപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാട്ടർ സാലിബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഈ പറഞ്ഞ 12, 11, 18 1 കിലോവും അതിൻ്റെ കൂടെ 13,045 ഒരു 1 കിലോവും 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ചിലർ സാറേ ഇപ്പോൾ ഞങ്ങളെടുത്ത് ആൾറെഡി സ്ട്രേറ്റ് ഫെർട്ടിലൈസർ അവൈലബിൾ ആണ്. അല്ല അത് കിട്ടാൻ അവൈലബിൾ ആണ്. നനച്ചു കൊടുക്കാൻ കുഴപ്പമില്ല, പെട്ടെന്ന് ചിമ്പ് കയറ്റണം എന്നുള്ള ഒരു ഇതുള്ളവർ അതെ ഒന്ന് ഫാക്ടംബാസ് ഒരു 1 കിലോ, പൊട്ടാസ് ഒരു 1/2 കിലോ. പിന്നെ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് വേണമെങ്കിൽ അമോണിയം സൾഫേറ്റ് ഒരു 1/4 കിലോ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്ക് ഒളിച്ചു കൊടുത്താലും പുതിയ ചിമ്പ് ഉണ്ടാകാൻ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷൻ. അതെ അതെ. അല്ലെങ്കിൽ DAP ഒരു 1 കിലോ, MOP ഒരു 1/2 കിലോ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കലക്കി ഒളിച്ചു കൊടുക്കാം. മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പം മോളാർ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് സാധാ മൈക്രോ ന്യൂട്രിയൻസ് ആയാലും കുഴപ്പമില്ല. ഏത് മൈക്രോ ന്യൂട്രിയൻസ് ആയാലും ക്വാളിറ്റി ആയിട്ട് ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അടുത്ത് നമുക്ക് ഈ പുതിയ ചിമ്പ് ഉണ്ടാക്കാൻ ഉള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിക്സഡ് കേക്ക് ഒരു 5 കിലോ. അതെന്തൊക്കെയാ സാർ ഉദ്ദേശിക്കുന്നത്? മിക്സഡ് കേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക്
ഒന്ന് വേപ്പമണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, 2 ഇലിപ്പ, ഓക്കെ പിന്നെ മസ്റ്റേർഡ്. ഓക്കെ. മസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ കടുകിൻ്റെ, കടുക്, പിന്നെ തേങ്ങ പിണ്ണാക്ക്. ഓക്കെ. പിന്നെ 5ാമത്തെ പറയുന്നത് ആവണക്കാണോ? അല്ല, ആവണക്ക്, അതാ കാസ്റ്റർ കേക്ക്, ഓക്കെ അത്. അപ്പോൾ ഇതെല്ലാം 2 കിലോ വെച്ച് എടുക്കുക. ഓക്കെ 2 കിലോ വെച്ച് എടുത്തിട്ട് അത് ഒരു ഡ്രമ്മിന് ഇട്ട് മിക്സ് ചെയ്യുക. ഓക്കെ അതിൻ്റെ കൂടെ ഒരു 1 കിലോ DAP, ഓക്കെ ഒരു 1/2 കിലോ വൈറ്റ് പൊട്ടാസ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ ഒരു 1/2 കിലോ വൈറ്റ് പൊട്ടാസ്. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് MOP തന്നെ ഒരു 1/2 കിലോ എടുക്കുക. ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കിലോ മൈക്രോ ന്യൂട്രിയൻസ് ഓക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഡ്രമ്മിന് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു 5 to 10 ലിറ്റർ വെച്ച് കലക്കി ഒളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പുതിയ ചിമ്പുണ്ടാകാൻ നല്ലതാണ്. ഓക്കെ. പിന്നെ നിമാവിര കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. അതായത് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡുകളെക്കാട്ടിലും നമ്മൾ നിമാവിര നിയന്ത്രിക്കാനുള്ള പലതരത്തിലുള്ള കെമിക്കൽസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ അതിനോടൊപ്പം തന്നെ ഈ മിക്സഡ് കേക്ക് ഐറ്റങ്ങൾ കളക്കി ഒളിക്കുന്ന തോട്ടങ്ങളിൽ ഇല്ല ഇട്ട് കൊടുക്കുന്ന തോട്ടങ്ങളിൽ പെട്ടെന്ന് ഈ നിമാവിരയുടെ ആക്രമം മാറി ഇല്ല വേരുകേട് മാറി പുതിയ ചിമ്പുണ്ടാകാൻ ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ടെക്നോളജിയാണ്. അതെ. അപ്പോൾ അത് ഒന്ന് നമ്മൾ നിമാവിര നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഇതും ചെയ്താൽ നല്ലതാണ്, സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ മണ്ണാത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറും, വേരുപുളു മാറും, അതുപോലെ തന്നെ നിമാവിരയുടെ ആക്രമം മാറും, ഫിസേരിയ ഉണ്ടെങ്കിൽ അതും മാറും, പെട്ടെന്ന് പുതിയ വേരുണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ പുതിയ ചിമ്പുണ്ടാക്കാൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഫെർട്ടിലൈസറിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫെർട്ടിലൈസർ ഈ ശരത്തിന് അടിച്ചു കൊടുക്കാൻ, ഇലയ്ക്ക് അടിച്ചു കൊടുക്കാനുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അത് ശര ഉള്ളപ്പോൾ കായ ഉള്ളപ്പോൾ അടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ കാൽസ്യം ഫെർട്ടിലൈസർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചെലേറ്റേഡ് കാൽസ്യം അതൊരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇലകളിൽ കാൽസ്യത്തിൻ്റെ കുറവ് മാറ്റാൻ കഴിയും. അതെ. പിന്നെ വേറെ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ കാൽസ്യം ചുവട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്യും, ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറും. അതായത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽസ്യത്തിൻ്റെ കുറവുള്ള ഫീൽഡിനകത്ത് നമുക്ക് ഏതൊരു കാര്യങ്ങൾ ചെയ്താലും റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു പൊട്ടാസ് വലിച്ചെടുത്ത് കൊടുക്കണമെങ്കിൽ അവിടെ കാൽസ്യത്തിൻ്റെ കുറവ് മാറിയിരിക്കണം. അത് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറയുന്ന ചെലേറ്റഡ് ഫാം അല്ലെങ്കിൽ EDTA ഫാമിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു നല്ല റിസൾട്ട് നമുക്ക് ഇത് കിട്ടും ഇത് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ചെലേറ്റഡ് കാൽസ്യം അതുപോലെ തന്നെയാണ്, ചെലേറ്റഡ് കോപ്പർ അതുപോലെ തന്നെയാണ്, മഗ്നീഷ്യം അതുപോലെ തന്നെയാണ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർ സാല്യുബിൾ ആയിട്ടുള്ള ബോറാനും അതുപോലെ തന്നെയാണ്. പിന്നെ ഈ സ്പെഷ്യലിനുള്ള ഒരു കോമ്പിനേഷൻ പറഞ്ഞു, ഒരു 1/2 കിലോ നമുക്ക് വേണമെങ്കിൽ SOP, ഒരു 1/4 കിലോ മഗ്നീഷ്യം, ഒരു 125 ഗ്രാം ബോറാനും, ഒരു 125 ഗ്രാം EDTA ഫാമുള്ള ജിങ്കും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു ഡ്രമ്മിന് ഏകദേശം മുടക്ക് വരുന്നത് 100 രൂപ, ഒരു 125 രൂപയും മുടക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇലയ്ക്ക് സ്പ്രേയിങ് ചെയ്ത് കൊടുക്കാൻ ചുവട്ടിലൊന്ന് പിടിച്ചാലും മതി. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇത് മറ്റേ കായ് സെറ്റിങ്സ് ഉണ്ടാകും, നല്ല ചെടി ഗ്രീൻ ആകും. പിന്നെ നമുക്ക് ഏത് കീടനാശിനി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കമ്പാറ്റബിലിറ്റി ഇഷ്യൂ അല്ല. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഇപ്പോൾ DAP ലിക്വിഡ് ആയിട്ടുണ്ട്, അതും ഈ ശരത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 10-26 സ്പ്രേ ചെയ്ത് കൊടുക്കാം, ലിക്വിഡ് ആയിട്ടുണ്ട്. 17 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ക്ലൈമറ്റിന് പറ്റിയതുമാണ്. അതെ, ഈ ക്ലൈമറ്റിൽ ഇപ്പോൾ നമ്മൾ കായ് ഉണ്ടാക്കി എടുത്താൽ, കായ് മൂത്ത് കഴിഞ്ഞാൽ ആ ഒരു ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് 1-2 ഡ്രോപ്പിംഗ് ഉണ്ടാകും. അപ്പോൾ അതിലിരുന്ന് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കോമ്പിനേഷന്റെ കൂടെ നമുക്ക് അസ്കോഫൈലമായിട്ടുള്ള സീവീഡ് ഒരു 100 ഗ്രാം ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ക്രാപ്പ് മാക്സ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അഗ്രോഗെയിൻ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ പറയുന്ന കനേഡിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിക്ക് അവൈലബിൾ ആണ്. MC സെറ്റ് എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. അങ്ങനെ പല കമ്പനീസും പല പേരിൽ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഫെൻതീക്ക് എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. അപ്പോൾ ഒவ்வொரு കമ്പനിക്കും ഒவ்வொരുതാണ്. ഇത്രയേ ഉള്ളൂ, അസ്കോഫൈലം എന്നുള്ള സീവീഡ് ഉറപ്പുവരുത്തുക. സ്പ്രേ ഏത്
ഈ പറഞ്ഞ വളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡ്രാപ്പിംഗ് കുറയും. ഓക്കെ. പിന്നെ അലുകൾ ഉണ്ടാകത്തില്ല. സാധാ സീവീഡ് അല്ല ഞാൻ പറഞ്ഞത്. ആ. ഈ പറയുന്ന അസ്കോഫൈലോൺ എന്ന് പറയുന്നത് ഒരു -35 ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു സീവീഡാണ്. ഓക്കെ. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗജനാപ്പാറ, അതുപോലെ തന്നെ കുമളി, ഈ കട്ടപ്പന ഏരിയയിലൊക്കെ നോക്കിയാൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിന് എന്ന് വെച്ചാൽ ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ ഒരു അതെന്താ സാർ? അതൊരു പഞ്ചകാവ്യം പേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ അത് ഒരു 200 ml ഓക്കെ. സുഡമോണാസ് ഒരു 1/2 ലിറ്ററും ബേസിലെ സബ്സ്റ്റൻസ് ഒരു 1/2 ലിറ്ററും 200 ലിറ്റർ വെള്ളത്തിൽ, ഇപ്പോൾ ചൂടുണ്ടെങ്കിൽ മെത്തലോബാക്ടീരിയ ഒരു 1/2 ലിറ്റർ ഓക്കെ. ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെടിക്ക് നല്ല ഗ്രീൻ ആണ്. ശരം ഉണ്ടെങ്കിൽ ശരത്തിൽ നല്ല കായ് സെറ്റിങ്സ് ആണ്. ഓക്കെ. ഞാൻ പറയുന്നതെല്ലാം കർഷകരുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്തിട്ട് കർഷകർ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഇപ്പം ചില സ്ഥലത്ത് ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സിലിക്കേറ്റ് കൊടുത്ത സ്ഥലങ്ങളിൽ നല്ല ഗ്രീൻ ആണ്, കായ് സെറ്റിങ്സ് നല്ലതാണ്, ഊരണ്ട ആക്രമം കുറവാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിമ്പിന് നാറുകെട്ടി കൂടുതലാണ് ഇത് കൊടുക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഒരു അസുഖങ്ങൾ കയറി പിടിക്കുന്നില്ല. ഈവൻ നമ്മൾ ഒളിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ തന്നെ നെമറ്റോഡ് വരെ കൺട്രോൾ ആയിട്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ അതിന് നല്ലതാണ്. അപ്പോൾ ഈ വളപ്രയോഗത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും മതി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കീടനാശിനികളെ സംബന്ധിച്ച് ഈ സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു ചൂടുള്ള ക്ലൈമറ്റ് അല്ല, നോർമൽ ഒരു 25 to 30 ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഒന്ന് എമാമെക്ടീൻ ബെൻസൈറ്റ് ഒരു 100 ഗ്രാം അതിൻ്റെ കൂടെ തൈമത്താക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫെൻതോയേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ല ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ന്യൂ ജനറേഷൻ കെമിക്കൽ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഡെലിഗേറ്റ്, സമ്മീറ്റ്, ബെനൂവിയ, ഇൻസെഫിയോ, അങ്ങനെയുള്ള കെമിക്കൽസ്, കൊറോജന്, ഇങ്ങനെയുള്ള കെമിക്കൽ ഒരു 60 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തണ്ടുതുറപ്പാനും അതുപോലെ തന്നെ ഇലപ്പേന് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ വേറെ ഒരു രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഹെർബൽ എക്സ്ട്രാക്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ബയോക്കൂർ, ജക്വാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ചൂട് കൂടുന്തോറും ഇത് കൺട്രോൾ കിട്ടാതെ വന്ന സ്ഥലങ്ങളിൽ അത് കൊടുത്ത സ്ഥലങ്ങളിലെ റിസൾട്ട് നല്ലതാണ്. ഇപ്പോൾ ഒരു 60 ml ഈ ബയോക്കൂർ അല്ലെങ്കിൽ ജക്വാർ, അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം സീവീഡ് ചേർത്ത് കൊടുത്ത സ്ഥലങ്ങളിൽ ബോററും കൺട്രോളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സീവീഡ് കൊടുത്ത സ്ഥലങ്ങളിൽ കായ് സെറ്റിങ്സ് ഉണ്ട്. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഇത് രണ്ടും കൊടുക്കുമ്പോൾ ചൊറിയെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കണം പ്രധാനമായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തൈമത്താക്സം ഒരു 70 ഗ്രാം കൂട്ടിയും കൂടി കൊടുക്കുക. ഇതെല്ലാം കർഷകരുടെ ഫീഡ്ബാക്ക് ആണ്. കർഷകർ ഈ വർഷം, അതായത് ഈ ഒരു 4-5 മാസത്തിൽ അവർ ചെയ്ത് നല്ല റിസൾട്ട് ഉള്ള ഇത് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ 037 അത് ഒരു 1/2 കിലോ നൈട്രജൻ ഇല്ല അത് കൊടുത്ത സ്ഥലങ്ങളിൽ പെട്ടെന്ന് കായ് സെറ്റിങ്സും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പറയുന്ന പല ഒരു ഇതുപോലുള്ള കണ്ടന്റുകൾ അതിന്റെ ഒരു അവൈലബിലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. എല്ലാ കമ്പനി ഇപ്പോൾ ഞാൻ പറയുന്നത് വലഅഗ്രോ നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ കോംബോ നല്ലതാണ്, യാര നല്ലതാണ്, അതുപോലെ തന്നെ ഈ ടെറാസെൽ നല്ല കമ്പനിയാണ്, ഹൈ സ്പീഡ് നല്ലതാണ്. അത് ഒരുപാട് വാട്ടർ സാല്യുബിൾ കമ്പനീസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യുക, സിമ്പിൾ ആണ്. ഇപ്പൊ 19 നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നമുക്ക് തന്നെ അത് എങ്ങനെ നല്ലതാണെന്നുള്ളത് ഒന്ന് റോസ് കളർ ആയിരിക്കും, അല്ല എങ്ങനെ കമ്പനി വൈസ് കളർ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഒരു ചില്ലി ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഈ 19 അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡിൽ അത് ഒരു ലൈറ്റായിട്ട് ഒരു കൂളിംഗ് ഫീൽ ചെയ്യും നമുക്ക് തന്നെ. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ചൂടുള്ള സമയത്ത് 19 സ്പ്രേ ചെയ്ത് കൊടുത്താൽ കായ് സെറ്റിങ്സ് ഉണ്ടാകും, ചെറിയ തണുപ്പ് കിട്ടും, ചെടി നല്ലപോലെ ഗ്രീൻ ആയിട്ടിരിക്കും. ഇത് തന്നെ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് SOP സ്പ്രേ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് നമുക്ക് തന്നെ ഒരു 10 ഗ്രാം, ഒരു അര ഗ്ലാസ് ചില്ലി ഗ്ലാസ്സിനകത്ത് ഒരു 10 ഗ്രാം SOP ഇട്ട് മിക്സ് ചെയ്താൽ ലൈറ്റായിട്ടുള്ള ഒരു ചൂട് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. നേരെ തിരിച്ചാണ്. ആ അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ സമയത്ത് അളുകളോ തട്ടമറിച്ചിലോ ഉണ്ടാകത്തില്ല, കായ് സെറ്റിങ്സ് ഉണ്ടാകും. ഓക്കെ ഓക്കെ. ഈ 2 ഡിഫറൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഒറിജിനൽ നല്ല ക്വാളിറ്റി നമുക്ക് അതെ തിരിച്ചറിയാൻ അതെ തിരിച്ചറിയാൻ ലളിതമായിട്ടുള്ള വെള്ളത്തിലിട്ടാൽ മാർഗ്ഗമാണ്. ഈസി ആയിട്ട് നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ 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 അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ വാട്ടർ സാലിബിളിലെയും ഞാൻ പറയുന്ന എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ ലഭ്യമാണ്, ലഭ്യമാണ്. ഇല്ലേന്ന് പറയുന്നില്ല. ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ 25 ചെയ്തവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. 25ന്റെ അവൈലബിലിറ്റി നല്ല അഭിപ്രായമാണ്. അതെ 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 ഫീഡ്ബാക്ക് നല്ല ഷെയർ അവൈലബിലിറ്റി അല്ല, കുറവാണെന്നുള്ള ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലാ കടകളിലും ഉണ്ട്. ധാരാളം കർഷകർ ഒരു 3 ദിവസം മുമ്പ് കൊന്നത്തടിയിൽ നിന്ന് ബെന്നി വിളിച്ചിരുന്നു, കൂടുതൽ വേണം, പക്ഷെ അത് അതെ കിട്ടുന്നില്ല. അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവർ അവൈലബിൾ ആണ്, ഓക്കെ. അവിടെ നിന്ന്. പിന്നെ ഇടുക്കിയിൽ തന്നെ പല സ്ഥലത്തുണ്ട്. ഓക്കെ അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് എവിടെ കിട്ടുന്നുണ്ടോ അത് ഓക്കെ. സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൊടുത്ത സ്ഥലങ്ങളിൽ നല്ല ശരത്തിനും ഗ്രീൻ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കായ് സെറ്റിങ്സ് നല്ലതാണ്. പിന്നെ പുതിയ ചിമ്പുണ്ടാക്കാൻ അത് ഒരു 1 കിലോവും SOP ഒരു 1 കിലോവും 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പുണ്ടാകാൻ നല്ലതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ മാറ്റിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ. ഈവൻ ഒരു നെമറ്റോഡ് മാനേജ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം കാൽസ്യത്തിൻ്റെ കുറവ് മാറ്റിയിട്ട് ഈ നെമറ്റോഡിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് നല്ലത്. പിന്നെ കർഷകർ മറ്റൊരു സംശയം, ധാരാളം മഴയൊക്കെ ലഭിച്ചവരുണ്ട്, നന്നായിട്ട് മണ്ണും തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ വളങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംശയം പല കർഷകരും ചോദിക്കുന്നുണ്ട്. മിക്സഡ് കേക്കാണ് അങ്ങനെ, രാസവളമാണെങ്കിൽ അങ്ങനെ, നേർവളങ്ങൾ, അതിനെക്കുറിച്ച് എന്താ പറയാ? അല്ല, ഇപ്പോൾ മിക്സഡ് കേക്ക് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് ഒരു 1/2 കിലോ 1/2 കിലോ മതിയാവും. അതിൻ്റെ കൂടെ രാസവളം കൂട്ടി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ. രാസവളം എന്തൊക്കെയാണ്? രാസവളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് DAP ഒരു 50 ഗ്രാം, ഓക്കെ. MOP ഒരു 50 ഗ്രാം, ഓക്കെ. ഈ മിക്സഡ് കേക്ക് ഒരു 1/2 കിലോ, ഓക്കെ. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒരു 25 ഗ്രാം, ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ HD വാം ഒരു 10 ഗ്രാം ഓക്കെ. വേറുണ്ടോ? കൂട്ടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് ഒരു ചെടിയുടെ അളവാണ്. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ചിലർ റാക്ക് പാസ്പേറ്റ് ഒരു 1/2 കിലോവും കൂടി ചേർക്കാറുണ്ട്. ഓക്കെ. 1/2 കിലോ to 1 കിലോ ഓക്കെ. അങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വേരുണ്ടാകാൻ നല്ലതാണ്. ഓക്കെ. പിന്നെ കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിക്സഡ് കേക്ക് ഒരു 5 കിലോ, ഓക്കെ. 5 to ഒരു 6 കിലോ ഓക്കെ. എടുക്കുക. പിന്നെ 1 കിലോ DAP, ഓക്കെ. 1/2 കിലോ പൊട്ടാസ്, ഓക്കെ. പിന്നെ 1/2 കിലോ മൈക്രോ ന്യൂട്രിയൻസ് ഓക്കെ. ചേർത്ത്, അല്ല പിന്നെ HD വാം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡ്രമ്മിന് 25 ഗ്രാമുള്ള ഇത് അവൈലബിൾ ആണ്. ഓക്കെ. അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് പുതിയ ചിമ്പുണ്ടാകാനും വേരുണ്ടാകാനും അതുപോലെ തന്നെ ഉള്ള കായ് സെറ്റിങ്സിനും നല്ലതാണ്. ഓക്കെ. ഇതൊന്ന് ഒളിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ഓക്കെ. അതിപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ല അല്ല, ഒന്ന് ഒളിച്ചു കൊടുത്ത് നനച്ചു കൊടുത്താൽ മതി, ശരിയായിക്കൊള്ളും. ഓക്കെ. പ്രിയപ്പെട്ട സുധാകർ സാർ, ധാരാളം കർഷകരാണ് വീഡിയോ താമസിക്കുന്നതുകൊണ്ട് വിളിക്കുന്നത്. അവരുടെ ഒക്കെ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയാണ്. 10,000-കണക്കിന് കർഷകർ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കോങ്കോ പോലെ ആഫ്രിക്കൻ രാജ്യത്തെ ഒരു സ്റ്റേറ്റിൽ 10,000-25,000 ഹെക്ടർ സ്ഥലം ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയ ധാരാളം വാർത്താ മാധ്യമങ്ങൾ കാണുന്നത്, അത് എന്ത് അവാർഡാണെന്നുള്ള സാധാരണ കർഷകർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അതൊന്ന് അങ്ങ് തന്നെ. അതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ഓക്കെ. അതായത് ബയോളജിക്കൽ കൺട്രോളിൻ്റെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, നാഷണൽ ബ്യൂറോ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട് റിസോഴ്സ്, ഓക്കെ. അവരും സൊസൈറ്റി ഓഫ് ബയോളജിക്കൽ കൺട്രോളും ഓക്കെ. ചേർന്ന് നടത്തിയ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ഓക്കെ. അപ്പോൾ ആ കോൺഫറൻസിൽ ഒരു 50 ഡെലിഗേറ്റ്സ് ത്രൂ ഔട്ട് വേൾഡിൽ ഇരുന്നുണ്ടായിരുന്നു. വേൾഡിൽ നിന്ന്? അതെ, ഇന്ത്യയിൽ നിന്ന് ഒരു 450 ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ അതിൽ ഇപ്പോൾ നമ്മൾ 2016 തൊട്ട് ഓക്കെ. ഇപ്പോൾ വരെ ഏല കർഷകർക്ക് എന്താണ് ടെക്നോളജി എത്തിച്ചിട്ടുള്ളത്, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി കർഷകർക്ക് എത്തിച്ചത് കൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ള ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ 4 വർഷം എൻ്റെ PhDയുടെ റിസർച്ച് വർക്കും ഒരു പാർട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ 3 അവാർഡാണ് ഈ ഇന്റർനാഷണൽ കോൺഫറൻസിൽ കിട്ടിയത്. ഓക്കെ. ഒന്ന് ഈ ഒരു ബെസ്റ്റായിട്ട് 2014 ഇപ്പോൾ വരെ ചെയ്ത കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിന് ബെസ്റ്റ് ഓറൽ പ്രസൻറ്റേഷൻ എന്നുള്ള ഇന്റർനാഷണൽ
ലെവലിലുള്ള ഒരു അവാർഡ് കിട്ടി. ഓക്കെ. പിന്നെ രണ്ടാമത്തെ എൻ്റെ PhD റിസർച്ച് വർക്ക് ഡോക്ടർ ആബ്രഹാം വർഗീസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ ബെസ്റ്റ് PhD റിസർച്ച് ഇൻ എൻറ്റമോളജിയിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ആ വർഷത്തിൻ്റെ ഫെലോ അവാർഡ്. ഓക്കെ. ഇപ്പോൾ ഒരു 3 തരത്തിലുള്ള ഇൻ്റർനാഷണൽ അവാർഡാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. ഓക്കെ. അത് ICRൻ്റെ കീഴിൽ കണ്ടക്ട് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. ഓക്കെ. ആ കോൺഫറൻസിലാണ് ഇത് കിട്ടിയത്. ഞാൻ ഒരുപാട് നന്ദി ഡോക്ടർ സുധാകർ സുന്ദരനായ സാറേ. CD ബ്ലോഗിൻ്റെ കർഷകരുടെ കൂടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ലാളിത്യത്തിലുള്ള ഭാഷയാണ്. അതോടൊപ്പം തന്നെ സിമ്പിൾ ടെക്നോളജി, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം, ധാരാളം 10,000-കണക്കിന് കർഷകരാണ് അങ്ങയുടെ ഓരോ വാക്കും ശ്രദ്ധിക്കുന്നത്. ഇതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അവാർഡുകളടക്കം നിരവധി അവാർഡുകൾ, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ അങ്ങായിരിക്കും അതിൻ്റെ ഏറ്റവും മുമ്പിൽ. CD ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് CD ബ്ലോഗിന് വേണ്ടി അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.